ഹായ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതേ സെയിം ആയിരിക്കില്ല എപ്പോഴത്തെയും ഡേ ഇൻ അവർ പറയുന്നത്, അതായത് എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, ചിങ്കുട് നേരത്തെ എണീറ്റിരിക്കുകയാണ് ഗൈസ്. ഞാൻ ലിസൊക്കെ ഉരച്ചിട്ട് എണീച്ച് ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുന്ന ആ സമയത്ത് തന്നെ ചിങ്കുട് എണീറ്റു. അതെന്താണെന്നറിയില്ല, ഈ എന്തെങ്കിലും എടുക്കണം എന്ന് പറയുന്ന സമയത്ത് ചിങ്കുട് എണീക്കും. അപ്പോൾ ഇത് ഇന്നത്തെ മാത്രം ഡേ ഇൻ അവർ ലൈഫാണ്, ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എണീറ്റിട്ട് വാവച്ചിക്ക് ഉറക്കം വിട്ടില്ല. അപ്പോൾ വാവച്ചി ഇത്ര നേരം വാവച്ചിൻ്റെ കയ്യിലിരുന്ന് അതിൻ്റെ അടുത്തും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനലി ഞാൻ മെല്ലെ മേടിച്ചിട്ട് പുറത്ത് വന്നിട്ടാ. ഇതുണ്ട് രാവിലെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. എന്തോ ഒരു പീസ്ഫുൾ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. ചീർപ്പ് വേണോ? കാറിൽ ചീർപ്പുണ്ടാ? കുട്ടീൻ്റെ ചീർപ്പ് വേണോ? എന്തിനാ കുട്ടിക്ക് ചീർപ്പ്? ചീവാനാ? വൈസ് എല്ലാ ആളും ചോദിക്കും, എല്ലാം പറയും കേട്ടോ. നമുക്കെല്ലാം മനസ്സിലാവും, കാരണം ഒരു കുഴച്ചിലൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിക്കാണ് ആൾ പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയിട്ട് വരുന്നുണ്ട്. ആദ്യം എപ്പോഴെങ്കിലും വരുള്ളൂ അമ്മൂമ്മ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കൂട്ടിയിട്ട് വരും. അപ്പോൾ അമ്മ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ കാണിച്ചില്ല കേട്ടോ ഞാൻ. ഇതവിടെ ഒരാൾ കിടക്കുന്നു, അമ്മൂമ്മ മലിക്കുകയോ മാലിയിട്ടൊന്നുമല്ല, ഇന്നലെ പെട്ടെന്ന് വന്നുകൊണ്ട് മുണ്ടും കയ്യോളം എടുത്തിട്ട് വന്നില്ല. അപ്പം എൻ്റെ മുണ്ടെടുത്ത് കൊടുത്താണ് അമ്മൂമ്മ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. പിന്നെ ഇതാ ഒരാൾ എണീറ്റിട്ട് പിന്നെ ഉറങ്ങി. ഉറങ്ങിയിട്ടില്ല, എണീറ്റാ. ഇത് വാവച്ചിക്ക് ചുമ, ചിങ്ങുണി ചുമ വാവച്ചിക്ക് പിടിച്ചു. അമ്മ ഉറങ്ങട്ടേന്ന് എനിക്ക് പറയും. കിടക്കണ കുട്ടിക്ക് കിടന്ന വയ്ക്കാം. അപ്പോൾ ഐസ് ഇപ്പോൾ പോകണില്ല കേട്ടോ, ഐസിൻ്റെ അടുത്ത് ഇറങ്ങണില്ല. അമ്മ കിടന്നോ പറയും. എണിപ്പിക്കും ഐസ്. അപ്പോൾ ഇതാ ചിങ്ങുടുവിൻ്റെ ചുമ വാവച്ചിക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവച്ചിക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ഇത് അമ്മ ഇവിടെ എന്താണ് ഫുഡ് വയ്ക്കുന്ന പരിപാടി. ചിങ്കുടു രാവിലെ എണീറ്റതും വിശന്ന് ടെൻഷനാണെന്നറിയില്ല, വിശന്ന് വേഗം പോയിട്ട് ഫുഡാണ് ചോദിക്കുന്നത് കേട്ടാ. എന്താ അമ്മ കരയുന്നത്? ഉള്ളിയാ ഐസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഒരാൾ എണിച്ചു. എവിടേക്കണ്ടാ? എടി ഉറങ്ങണ്ടാ? പിടിക്കൊന്ന് പിടിക്ക്. ഇപ്പം ചാടി. വാവിച്ച് കിടന്നപ്പോൾ വരാണ്ടിരുന്നാട്ടാ. അപ്പം മെല്ലെ ചാടി വന്നു. ഞാൻ ഇത്ര നേരം ഫോൺ ഇതിൽ പിടിച്ചപ്പോൾ നല്ല കൈ അടച്ചില്ല. അല്ല ഞാൻ പറയണേ, എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്ന് പറയുന്ന ദിവസം ചിങ്ങുട് പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ, ചിങ്ങുട് ഒരു 10 മണി ആ സമയം വരെയൊക്കെയാണ് ഉറങ്ങുക. ഇപ്പം ഇന്ന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് അവിടെ അല്ലേ ചിങ്ങുട് ഫുഡ് പറഞ്ഞു. അപ്പോൾ ഫുഡ് അവിടെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പം അത് ആയിട്ടില്ല, അവരോണ്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ആയോ നോക്കണം. അപ്പം അതിന് വേണ്ടി പോകുന്നുണ്ടാ. എന്താണ് തൈരല്ലടാ അത്? അതാ കല്ലായി. എന്ത് ചെയ്യും? തൈരല്ല, മാവ്. തൈരോണ്ടിരിക്കാണ്, മാവാണത്. പുളിപ്പുണ്ടാ? എന്താടാ എന്ത് സ്വത്തോ? എന്ത് കിടക്കണേ? എന്ത് കുഞ്ഞോ? എന്ത് വേണം കുട്ടിക്ക്? എന്ത് വെച്ച്? കുട്ടിക്ക് ഇപ്പൊ പാല് കുടിക്കാൻ പറ്റില്ല, ചുമയല്ലേ, ജലദോഷം ചുമയല്ലേ കുട്ടിക്ക്. എന്ത്? അത് ആടന്റെ ചായ. ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു കേട്ടാ. എന്തോ കുടിക്കാൻ തോന്നിയപ്പോൾ അമ്മ എന്നും കുടിക്കുന്ന നേരത്താണ് ഇരുട്ട്. അപ്പോൾ ചോദിച്ച സമയത്ത് അങ്ങനെ ചായ വേണം പറഞ്ഞു. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ചിങ്ങുടിന് പാല് കൊടുക്കുന്നുണ്ടല്ലോ. പാല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് മാത്രം കൊടുത്തില്ല. കാരണം എന്താ വെച്ചാൽ കഫം ചുമൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് പാല് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുത്തില്ല. അപ്പം അതുകൊണ്ട് പിണങ്ങി കിടക്കുകയാണ് ചിങ്ങുടി കിടക്കുക. അതിന് പണി കിടക്കുക. ഇതാ ഇങ്ങനെയാണ് പണി കിടക്കട്ടാ. ഒരാളുടെ പുലി മാന്തി കണ്ട. ഇതവിടെ നോക്കുക. രാവിലെ എണീക്കുമ്പോൾ ഇവിടെ ഒരു മാർക്ക് ചിങ്ങുടി തന്നെ മാന്തിയതാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഒരുപാട് മാന്തുണ്ട്. മൂക്ക് കാണിക്കേ? അവിടെ മൂക്കില് വാവു. നീ ഞങ്ങളുടെ മൂക്കിലാക്കി വെച്ചിരിക്കുന്ന വാവു. ഡാഡന്റെ മൂക്കിൽ നിറയുണ്ട്. കൊതുകുപ്പതി കൂടെ പറഞ്ഞു പോയി. എവിടെ എവിടെ കടിച്ചു കൂട്ടിനെ?
അവിടെ ഇവിടെ കടിച്ചാ ഓ എന്റെ കുട്ടീനെ കൊതുക് കടിച്ചടാ. ഒരടി കൊടുക്ക്. ഇഡ്ഡലി കഴിക്കാ. അടിയാണ്. ഇഡ്ഡലി ആവണ്ടേ? ഇതിപ്പോ ആയി. ഇനിയിപ്പോ അത് കൊടുത്തതിന് ഒന്ന് സമാധാനാവും. അമ്മ തിന്നട്ടെ. അപ്പൊ വിശന്നിട്ടാണ് എണിച്ചിരിക്കുന്നത് തോന്നുന്നു. അമ്മ തിന്നട്ടെ. അമ്മ തിന്നാൻ പോവാണ്. തിന്നട്ടെ അമ്മ. അമ്മ തിന്നട്ടേന്ന്. ഇപ്പല്ലേ ആദ്യമൊക്കെ വായും കൊണ്ട് പറയലായിരുന്നു. ഇപ്പൊ എല്ലാ പ്രവർത്തിയാണ്. എല്ലാവർക്കും നല്ല കിട്ടുന്നു. അതെ തിന്നണ്ടമ്മ. ശരിയില്ല കുട്ടി തിന്നോട്ടാ. ഇഡ്ഡലിൻ്റെ ഒപ്പം പഞ്ചസാര കേട്ടാ. അത് വെറുതെ എടുക്ക് കുറച്ച് കൊടുക്കുള്ളൂ. ചട്നി വന്നിട്ട് അതൊക്കെ ആൾക്ക് കൊടുത്തിട്ട് കഴിക്കണില്ല അല്ലേ? പഞ്ചസാരയാണ് കഴിക്കുന്നുള്ളൂ. ഡേഞ്ചറാണ്. ചോദിക്കില്ലിസിനടുത്ത് പേട്ട കിട്ടും പറ. ആ പേട്ട കിട്ടും. ഒറ്റ അടി പറ. ഇവിടെ ഒരാളിനെ കെട്ടിയിട്ടുണ്ട്. മിണ്ടാണ്ടിക്കരി. അപ്പം ഞാനില്ല ഇങ്ങനെ വടി ഇങ്ങനെ വെറുതെ കാണിച്ച് മെറ്റപ്പോൾ അതുപോലെ കാണിക്കരുത്. പിന്നെ പേട്ട കിട്ടും പറ. മിണ്ടാണ്ടിക്കരി പറ. കൊല്ലും. മിണ്ടാണ്ടിക്കരി പറ. കൊല്ലാൻ പാടില്ല. മിണ്ടാണ്ടിക്കരി പറ. ഇവളൊന്നും ഇതുപോലെ അലാറം ഇട്ടിട്ടാണ് ഞാൻ വിളിക്കുക കുരച്ചിട്ട്. നല്ല പേടിയിട്ട് എന്നാലും നല്ല ധൈര്യം പോലെ കാണിക്കും. നല്ല ചെരുപ്പ് നോക്കി ആവശ്യത്തിന് ചെരുപ്പ് ഇട്ടിട്ടേ നടക്കുള്ളൂ. അതും സുഖമായി മിണ്ടാതെ നടക്കും ആള്. പൈസ എടുക്കട്ടെ പെണ്ണേ. പൈസ എടുക്കണ്ടേ? അവിടെ വീണു. കടയ്ക്ക് പോകണു. ഒടിയമ്മ നാടിൻ്റെ ഒപ്പം പോകുമ്പോ വീട്ടിലാ പറ. ടാറ്റ ഞങ്ങൾ പോണു പറ. ടാറ്റ പറ. ഞങ്ങൾ പോട്ടേന്ന്. ഈ ഉത്തരം മുട്ടുമ്പോ കൊനേനും കുത്തും അറിയില്ല. ആളിപ്പോ ഇതാ ഒരുപാട് ഇത് പറഞ്ഞതായി കഴിഞ്ഞാൽ പിന്നെ തുപ്പലാണ്, പിന്നെ തല്ലുക. ഒന്നും തരില്ല. ആ പറ. ആ ഇവിടെ പോവാൻ വേണ്ടി മുട്ടിട്ട് നിക്കണ ആള്. ഈ പറ അമ്മയടുത്ത് ബൈ ബൈ പറ. മാവല്ലടി പെണ്ണേ. ഗൈസ് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിക്കാൻ ചിങ്ങടിയും കൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാറിലാണ് പോണത്. ഇതായിത്തി കടൈ ഏട്ടാ പറ. ഇപ്പോൾ വരാ പറ. ആ ഇപ്പോൾ വരാട്ടാ. ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് മീമി മേടിക്കാൻ എത്തി അല്ലേ പഞ്ഞോ? മീമി മേടിക്കാ. അവിടെ ഇവിടെ ഒരു ഷട്ടർ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ അപ്പുറത്താണ് മീമി. മേടിച്ചാൻ പോവാ. മീൻ ചിക്കൻ ഇതൊക്കെ ചിങ്ങടിന് നല്ല ഇഷ്ടം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഫുഡ് നന്നായിട്ട് കഴിക്കും കേട്ടോ. ബാക്കിയൊന്നും വലിയ കാര്യമില്ല. മെയിൻ ആൾക്ക് മീൻ ചിക്കൻ നോക്ക്. നാണം വന്നു നോക്കണ് രാടുവിനെ. ആ പോവാ നമുക്ക്. ബാ എന്നെ വീട്ടിൽ ബദ്യ പോവാം നമുക്ക്. ഗൈസ് ഞങ്ങൾ മീൻ പറഞ്ഞിട്ടില്ലേ, പൈസ എടുക്കാൻ വേണ്ടി പോയതാണ് അല്ലേ, ATM പോയതാണല്ലേ. ATM പോയില്ലേ. ചിങ്ങടൂനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയാണെന്നറിയോ, എന്തെങ്കിലും മേടിക്കുമ്പോൾ പൈസ കൊടുക്കണത് ചിങ്ങടൂന് കൊടുക്കണം. മാമന് ഞാൻ കൊടുക്കാം പറയും. അപ്പോൾ ഇതാ മീൻ പറഞ്ഞു. ഇതാ മീൻ അപ്പുറത്താണ് കേട്ടോ. അവിടെ മീൻ പറഞ്ഞു. പിന്നെ ചിക്കന് അതേ ഓപ്പോസിറ്റ് ചിക്കനും ഉണ്ട്. അപ്പോൾ മീനും ചിക്കനും എടുക്കണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മീൻ ചിങ്ങടും ഞാനും ആവശ്യം കഴിക്കും. അമ്മയും അമ്മൂമ്മയും മീൻ കഴിക്കില്ല. അവർ ചിക്കനെ കഴിക്കില്ല. അപ്പോൾ അവർ ഇന്ന് വന്നല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വരുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ എടുക്കുള്ളൂ. നോർമൽ ഡേയ്സിൽ
മീനെടുക്കും, ചിക്കനൊന്നും അങ്ങനെ എടുക്കാറില്ല ഞങ്ങൾ. അപ്പോൾ അവർ വരുമ്പോൾ എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിക്കന് ഞങ്ങളും കഴിക്കും, എന്നാൽ അവർക്ക് ചിക്കനും വാവിച്ചിക്കും എനിക്കും ചിക്കനും കൂടിയിട്ട് മീനും മേടിക്കാനാണ് പ്ലാനിങ്. അപ്പോൾ മീൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ മേടിക്കാൻ പോകണം. ഒരാൾ കോഴീനെ കണ്ടിട്ട് നിൽക്കണം, അവിടെ കോഴിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂട്ടിൽ. അപ്പം അത് നോക്കിയിട്ട് നിൽക്കണം. കോഴി എവിടെ പഞ്ഞോ? ചുത്തു കോഴി എവിടെ? ആ ഗൈസ് പറയുന്നറിയോ, താവാറ്, അതായത് താറാവിനെ പറയുന്നത് താവാറ്. താറാവല്ല, അവിടെ കോഴിയേ ഉള്ളൂ. പക്ഷേ ഈ ചില കടയിൽ പോകുന്ന സമയത്ത് താറാവിന് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മൂപ്പരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോഴിനെ കാണാൻ പോഞ്ഞോ? ചോര ചോര വരുമോ? ആ മാമ എന്ത് ചെയ്ത്? ആ ഗൈസ് കോഴിന് വെട്ടില്ല, അതാണ് മൂപ്പര് പറയുന്നത് തട്ടാനെന്ന്. മാമൻ വെട്ടിയാ? എന്നിട്ട് ചോര വന്നോന്ന്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോവാ നമുക്ക് കോഴിനെ കാണാൻ പോവാം ഗൈസ്. അപ്പം ഞങ്ങൾ കോഴിയൊന്ന് പോയി മേടിച്ചിട്ട് വരട്ടാ ഗൈസ്. ചിക്കനും മേടിച്ചു, മീനും മേടിച്ചു. ഗൈസ് അപ്പോൾ ചിക്കനും മീനും മേടിച്ചു പറഞ്ഞോ. കയ്യിലായ മീൻ തൊട്ടിട്ട് കയ്യിലായി, എന്നിട്ട് എൻ്റെ മേലെ തേക്കുക. രാവിലെ നേരത്തെ ആയതുകൊണ്ടില്ലേ ഫുള്ള് നല്ല തിരക്ക് കിട്ടാ. ഇവിടെ നിന്നിട്ട് ക്രോസ് ചെയ്യാൻ തന്നെ എത്ര നേരം നിന്നറിയോ? കുട്ടിയുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഓടാം. അത് അതിന് മേലെ തേക്കുന്നത്, കയ്യിൽ തൊട്ടിട്ട് അതിന് മുഖത്ത് തേക്കുന്നത്. കടിച്ചു. പച്ചക്കറി കുറച്ച് മേടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടാ. പച്ചക്കറി മേടിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് പഴവും നാരങ്ങയും കൊടുത്തു. ചിങ്ങുവിന് എവിടെ പോയാലും മുട്ടായി, പഴം, എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊടുക്കും കടകളിലൊക്കെ പോയാൽ. കഴിഞ്ഞാ അപ്പോൾ ദാ 2 നാരങ്ങയും പഴവും കൊടുത്തു. പഴത്തിന് അവിടെ ഇട്ടിട്ട് നാരങ്ങ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. കടിച്ചപ്പോൾ ഒരു കയ്പ്പ് വരുമല്ലോ, അപ്പോൾ ആൾ നിർത്തി. പോടെ പഞ്ഞോ? നാരങ്ങ ഉരുണ്ട് പോയി, അതിൻ്റെ ബാക്കിലോടുകയാണ്. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക്. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുപ്പോ. അമ്മയോടെ അമ്മ കാണിച്ചു കൊടുക്കുപ്പോ. അമ്മ കിടക്കണം, പോയി കാണിച്ചു കൊടുക്ക്. ഇത് അമ്മ ഇവിടെ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാരാന്ന് ഗൈസ്. കറണ്ട് പോയി പറഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്നു ഗൈസ്. അപ്പോൾ വീടെത്തി. വാവിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അതെന്താ സംഭവിച്ചെങ്കിൽ വാവിച്ചിക്ക് ചിങ്കിടുവിൻ്റെ ചുമ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി മൊത്തം വാവിച്ച് നല്ല ചുമ ഉണ്ടായിരുന്നു. ഒന്നാമത് പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വാവിച്ച് കുറച്ച് കിടക്കണം. ചിങ്കിടോടെ ഉള്ളിലുണ്ട്. ചിങ്കിടൂന് ഇനി ഉറക്കാണ്ട് നോക്കണം. ഉറക്കാണ്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആളുടെ ഉറക്കം ചേഞ്ച് ആവും. ശരിക്കും ഇപ്പോൾ 9:45 എന്തോ ആയിട്ടുള്ളൂ. ശരിക്കും ചിങ്കിടു എണീക്കുന്നത് ഒരു 10 ടൈമിലാണ് ഇപ്പോൾ നോർമൽ ഇട്ടാ. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. അപ്പോൾ എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. കാരണം ഇല്ലാന്ന് തന്നെ ഉറക്കം ബുദ്ധിമുട്ടാണ്. എന്നെ കാണാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് അവിടെ ഒരാൾ കണ്ട ആടോ വിളിച്ചിട്ട് വരികയാണ്. എന്താ ഇങ്ങനെ വരും, മെല്ലെ ഇങ്ങനെ വരും. ആയിക്കോട്ടെ, വണ്ടി കണ്ട ഉള്ളിക്കോടും. മെല്ലെ വരും. ആയിക്കാ എന്തൊരു കുഞ്ഞോ? അവിടെ എത്തി. ഞാനില്ലേ കുട്ടി കാറിന് ചാവി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തരാൻ വേണ്ടിട്ട് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതാണ് ചാവി കൊണ്ട് വന്നിരിക്കും. ചാവി വേണം കുട്ടിക്ക്? അപ്പം തരാം കേട്ടാ. പുതിയ കീ കവറാണ്, സംഭവം അടിപൊളിയായിട്ട് ഓർഡർ ചെയ്താണ്. പക്ഷെ നല്ല രസമുണ്ട്. എന്നാ പറഞ്ഞോ, ഉള്ളി കൊണ്ട് വെക്കിട്ടാ. നോക്കിപ്പോ ഉള്ളി കൊണ്ട് വെക്കി. ഒരാൾ ആടി പോകുന്നുണ്ട്. ചാവി മേടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇതുവരെ വന്നാണ്. നോക്ക് ഓടുന്നുണ്ട് ഉള്ളിക്കോടി. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കന്, മീന്, വെജിറ്റബിൾസൊക്കെ എടുത്ത് ഉള്ളിക്ക് കൊടുക്കണം. അമ്മ അവിടെ വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പടപടാന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ചിങ്ങട് വൈകുന്നതുകൊണ്ടാണ് നമുക്കും കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെ വാവച്ചിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വാവച്ചിക്ക് ഒന്നത് ഫീഡിങ്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം കൂടിയിട്ട് വാവച്ചിക്ക് കുറച്ച് ടയേർഡ് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വാവച്ചി കിടക്കുന്ന സമയത്ത് വാവച്ചിനെ അങ്ങനെ കിടന്നോട്ടെ കൊണ്ട് വിടും. പക്ഷേ ചിങ്കിടു വിടില്ല. ചിങ്കിടു ഇവിടെ നിന്ന് മെല്ലെ പോകും, ഇടയ്ക്കിടയ്ക്ക് പോകും. അമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ വാവച്ചിന് നോണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ എടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് ഇന്നത്തെ എങ്ങനെയാണെന്ന് അതായത് എന്നും നമ്മളുടെ ഇങ്ങനെ ആയിരിക്കില്ല, ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എന്താ ഡൈനർ ലൈഫ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ എണീറ്റ് വന്നു കേട്ടാ. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇതാ വാവിച്ച് ഇഡ്ഡലി, ഞാൻ വെള്ളച്ചോറ്. ഞാൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞു.
ചുമച്ചിട്ട് നീ എവിടേക്ക് തൈര് കഴിക്കണേ? ചുമയാണ് കുട്ടിക്ക്. ഞാൻ ഇതെടുത്തുകൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ നോണ്ടാണ്. കണ്ണിമാങ്ങ അച്ചാറും വെള്ളച്ചോറും. എനിക്കത് ഇഡ്ഡലി വേണ്ടാന്ന് വെച്ചു ഞാൻ. നടക്കുന്നില്ല. പക്ഷെ എനിക്ക് പലഹാരം താല്പര്യമില്ല, എന്നാലും ഇങ്ങനെ കഴിക്കുമെന്ന് മാത്രം. ഇതാകുമ്പോഴാ ഞാൻ തൈര് ഒഴിച്ച് കുഴച്ചിട്ട് കഴിച്ചാ ഉണ്ടാവും. അമ്മക്ക് എന്താ മേടിച്ചിട്ട് വന്ന് കടയ്ക്ക് പോയിട്ട്? പിന്നെ അമ്മ മീമല്ലേ കഴിക്കുക? എന്താ മേടിച്ച് ഇവിടെ തിരക്കിലാണ് കഴിക്ക് ഗൈസ്. അപ്പോൾ ചിങ്ങട് പാപ്പ ഉറങ്ങിയിട്ട്, അതായത് ഗ്യാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി എടുക്കാൻ മറന്നു, വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ വീട്ടിൽ കാടൊരു എടുക്കാൻ പോയില്ലോ. എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വാവിച്ചിട്ടുണ്ടായില്ല, ഞാനും അമ്മയും ചിങ്ങടും കൂടി പോയത്. ചിങ്ങട് കാറിൽ കിടന്ന് അങ്ങനെയോ ഉറങ്ങി. അതിന് ഞാൻ ഷോട്ട് എടുത്തിട്ടുണ്ട്, വേണേ ആഡ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് വാവിച്ച് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാവിച്ച് രാവിലെ ഇഡ്ഡലി കഴിച്ച് കുറച്ച് നേരം ആയില്ലേ, 12 മണിൻ്റെ മേലെയായി. അപ്പോൾ വാവിച്ചിക്ക് വിശപ്പ്, അപ്പം അതുകൊണ്ട് വാവിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പോഴും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണല്ലോ എണിക്കുക. ബേബി നേരത്തെ എണിക്കും, ഞാൻ ലേറ്റ് ആയിട്ട് എണിക്കുക. അപ്പോൾ രാവിലത്തെ ഫുഡ് ചിലപ്പോൾ 10-11 മണിക്കൊക്കെ ആയിരിക്കും കഴിക്കാതെ. ഇന്ന് അങ്ങനെ നേരത്തെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശപ്പ് വന്നിട്ട് വായിച്ചത്. പിന്നെ ഞാൻ രാവിലെ കഴിച്ച പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇടയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു ടൈമിലൊന്നും ഞാൻ കഴിക്കില്ല. വായിച്ചിക്ക് ഓരോരോ മൂടാണ്. പിന്നെ അതാ ചിങ്ങുവിനെ കാണിച്ചിട്ടെ വേണ്ട, അവിടെ നല്ല ഉറക്കമാണ്. അതായത് നേരത്തെ എണീറ്റില്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ചിങ്ങു അങ്ങനെ നല്ല ഉറക്കത്തിൽ പോയി. അപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടാൾ ഇതാ, അമ്മൂമ്മ ഇവിടെ ചിക്കൻ്റെ പരിപാടി, അമ്മയും അതന്നെ ചിക്കൻ്റെ പരിപാടി, ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതായത് നേരത്തെ ആവേണ്ടതാണ്, ഗ്യാസ് കഴിഞ്ഞത് കൊണ്ട് കുറച്ച് ഡിലേ ആയാലും അല്ലെങ്കിൽ നേരത്തെ ആയിട്ടുണ്ടാവും. ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞോണ്ട് ഇവിടെ നിന്ന് അവിടെ എത്തി തിരിച്ചെത്തുമ്പോൾ അതിന് ടൈം പോകില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബേബി മീനൊക്കെ പൊരിച്ച് മീൻ ഒന്നാമത് മേടിച്ചിട്ട് നമ്മൾ കുറേ ദിവസമായില്ലേ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. പക്ഷെ മീൻ വീട്ടിൽ മേടിച്ചിട്ട് കുറേ ദിവസമായി, ടൈമും കാര്യങ്ങളും കിട്ടാതെ സമയം കിട്ടുന്നില്ല. പിന്നെന്തായാലും മീനൊക്കെ പൊരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാവിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിലുള്ള വീഡിയോ എടുക്കാണ്ട്. ഇതിപ്പോൾ വീഡിയോ ആണ്, ഇതല്ലാണ്ട് ഷോർട്സ് വീഡിയോ എടുക്കാണ്ട്. ഞങ്ങൾ ഒരാഴ്ചയിൽ മേലെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അത് ഞങ്ങൾ നല്ല സങ്കടമാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ഇത്രയൊന്നും ഡിലേ ആക്കാറില്ല, കണ്ടിന്യൂ ഇട്ട് വരുന്നാണല്ലോ. പിന്നെ ഇപ്പോൾ വായിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങണം. ഗൈസ് എന്ത് മേടിച്ചു കൊടുത്തില്ല ഗൈസ്? ഒരാൾ എണീറ്റ് ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് എണിച്ചുല്ലോ. എന്ത് പറഞ്ഞു, എന്തോ കംപ്ലൈൻറ്റ് പറഞ്ഞു. എന്താണ് മുട്ടായ? അയ്യടാ പിണങ്ങിയ ബാ കാരണ കുട്ടി ബാ ഡാഡ് കൊടുക്ക ബാ ഓടി ബാ സ്വത്ത് ബാ. മേടിച്ചു തരുമ്പോട്ട് ബേബിന്റെ മേലക്കറി പോയിരിക്കുന്നത്. കുട്ടി ഉറങ്ങിയില്ലേ? ഞങ്ങൾ കാട് പോയിട്ട് വരുമ്പോൾ ആള് വരുമ്പോ തന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങി. മമ്മി കഴിച്ചിട്ട് മേടിച്ചത് അതാ. അതില്ലേ ഇന്നെ 2-3 പ്രാവശ്യം കടയ്ക്ക് പോയിട്ടുണ്ട്. മമ്മി കഴിച്ചിട്ട് കടയ്ക്കാകുമ്പോ ബൈക്കിൽ പോവാ അല്ലേ? ബൈക്കിൽ പോവാ. മമ്മി കഴിക്കട്ടെ. എത്ര മണോ ഉമ്മ വെച്ചാ എവിടിച്ചു പോണ്? ബൈക്കിലാ? ആഹാ. അപ്പഴേനെ മേടിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഉറങ്ങി സങ്കടം. ഞാൻ അങ്ങനെ മേടിച്ചൊന്നും കൊടുക്കാറില്ല. അപ്പോഴാണ് ഞങ്ങൾ കടയ്ക്ക് പോയില്ല. അപ്പം അതിന് എന്തോ മൂപ്പര് മനസ്സുണ്ടായിട്ട് പറയാറില്ല. അതായത് ബേബി എപ്പോഴും കടയ്ക്ക് പോയാൽ പേന ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോയ്സുകൾ അങ്ങനെ മേടിച്ചിട്ടാട്ടോ വരിക. പിന്നെ ഈ ചോക്ലേറ്റ് പഠിച്ചത് ഓരോരോ കടയിൽ പോകുമ്പോൾ അവർ കൊടുക്കും. അവര് കൊടുക്കില്ലേ? ചിങ്കിടു നോക്കട്ടെ ഗൈസ്, സ്റ്റാർട്ടാക്കുമ്പോൾ ഫേസ് നോക്കിയോട്ടെ. നോക്കിയോട്ടെ അതാ മേടിച്ചത്.
ടാറ്റാ മതി, അമ്മനെ നോക്കി ടാറ്റാ മതി. അയ്യേ പോയിട്ട് വന്നോട്ടാ. എന്താടാ കവർ പൊട്ടി, കവർ പൊട്ടി. അപ്പൊ കുട്ടി പിടിക്കുക, പിടിക്കാനോ പിടിക്ക്. ആ ചളിയിൽ അങ്ങനെ പിടിച്ചു. ഗൈസ് കവർ പൊട്ടിയിട്ട് ചളിയായി. കുഞ്ഞു എവിടെ അമ്മക്ക് തരുവോ? എന്താ അമ്മ എന്നാ അമ്മക്ക് തരില്ലേ സുന്ദരി? ഇതെന്താ ബേബി? അത് മരുന്നാണോ? ഡാഡുവിന് മരുന്ന് കുട്ടിക്ക് വേണോ? കുട്ടിക്ക് വേണത്? പൊട്ടാ വേണ്ടടാ. അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാ. ചിക്കൻ, അതുപോലെ തന്നെ ഇത് കുമ്പളങ്ങിയല്ല സോറി മുരിങ്ങക്കായി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കറിയണ്ട. പിന്നെ ചിക്കൻ മേടിച്ച സമയത്ത് തന്നെ എപ്പോഴും ഇപ്പം ലിസയ്ക്കാണ് കൂടുതലോട് ചിക്കൻ മേടിക്കുക കേട്ടോ. ലിസയ്ക്ക് മേടിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ മേടിക്കുന്ന സമയത്താണെങ്കിലും ലെഗ് പീസ് മസ്റ്റായിട്ട് മാറ്റി വയ്ക്കാൻ പറയും. അതായത് ചിങ്ങുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിങ്ങുനോട് മുട്ടായി കിട്ടിയതിന് കുറച്ച് ഹാപ്പിയിലോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ചിങ്ങുവിന് ഫുഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ട് കേട്ടോ. മുളക് അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ മിക്സ് ചെയ്യുക, എന്നിട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ചിങ്ങുവിന് ഫുഡ് നേരം കൊടുക്കണം കേട്ടോ. നൈസ്. ഒരാൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനുള്ള എന്താ പറയുക പോരാട്ടമാണ്. നോക്ക്, സമ്മതിക്കില്ല എന്ന് അല്ലേ? സമ്മതിച്ച് അമ്മയും അമ്മൂമ്മയൊക്കെ നിൽക്കണം. അമ്മൂമ്മ റെഡി ആയിട്ടാ. ഇപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ ഏകദേശം വീഡിയോ എഡിറ്റിങ് ഞങ്ങളെല്ലാം കഴിഞ്ഞില്ലാവേ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയി സ്ഥിരം പുറത്ത് പോയിട്ട് ചായ കുടിക്കലും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി ചായ കുടിച്ചിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആയിരുന്നിട്ട് പിന്നെ നമുക്ക് അമ്മൂമ്മനെ വിട്ടിട്ട് വേണം വരാൻ കേട്ടോ. എന്നിട്ട് പിന്നെയും പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പോയി നമുക്ക് ചായ കുടിക്കാം ഗൈസ്. ഇത് കണ്ട ഇവിടെ ഒരാൾ കുടത്തി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുടം എന്തിനാണ് എടുക്കുന്നത്? നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ഞങ്ങൾക്ക് ബോറിങ് കിണറുണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് ബോറിങ് വെള്ളം സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കിണർ ഒന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ആളിനെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ എടുക്കുക. ഇപ്പോൾ തൽക്കാലം അമ്മൂമ്മൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് വരാനാണ്. ചിങ്ങു ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് വേണ്ട അവിടെ കൊണ്ട് വയ്ക്കണേണ്ട എന്താ ഗൈസ്. ഇപ്പോൾ ചിങ്ങുടു ആളും മാറിയില്ലേ, ഒരു ബോയ് ആയില്ലേ, ബോയ് ഓടുന്നു. അത് നോക്കി എടുത്തിട്ട് ചിരിക്കണം ഗൈസ്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ യുവർ ലൈഫിൻ്റെ ഞങ്ങൾ ഒരുപാടൊന്നും കാണിക്കാൻ പറ്റില്ല അല്ലേ എന്നത്തെയും പോലെ. കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കും. അതല്ല എന്താ സംഭവിച്ചാൽ നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ എടുക്കാൻ നമുക്ക് ഒന്നാമത് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുന്ന സമയത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എത്രത്തോളം ഡേ ഇൻ യുവർ ലൈഫ് വന്നെന്ന് അറിയില്ല. എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്താണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ. അവ പിന്നെ അമ്മൂമ്മനെ കൊണ്ടുവിട്ടു. പിന്നെ അമ്മയുണ്ട്. അമ്മനെ ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടില്ല ചിങ്ങുടുവിന് ഉറങ്ങാനൊക്കെ ആവുന്ന സമയത്താണ് അമ്മനെ കൊണ്ടുവിടുള്ളൂ. അപ്പോൾ അതെ. അപ്പോൾ അങ്ങനെ കേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല, നമ്മൾ ഓരോ ദിവസം ഓരോന്നാണ്. ഇന്ന് മൊത്തത്തിൽ ചേഞ്ചാണ് ഇത്ര ദിവസത്ത് വെച്ചിട്ട്. ചിങ്ങുട് പ്രതീക്ഷിക്കാണ്ട് നേരത്തെ എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഡേ ഇൻ യുവർ ലൈഫ് കണ്ടിട്ട് എന്താണ് അഭിപ്രായം ഞങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ മുമ്പത്തെ പോലെയൊന്നും അല്ല, ഇപ്പോഴത്തെ നല്ല രീതിക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുക, ഉറങ്ങാൻ പറ്റില്ല. കാരണം ചിങ്ങുവിൻ്റെ അവസ്ഥ എന്താണെന്നും പറയാൻ പറ്റില്ല, ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
കഴിക്കുക, ബാക്കി ഉറങ്ങുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ചിങ്ങോട് പറയുന്ന പോലെയാണ് നമ്മളനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.